നമസ്കാരം. CPM-ന്റെ സമുന്നത നേതാവായിരുന്നു MM ലോറൻസ്. പക്ഷെ ഒരിടത്തും എത്തിയില്ല, ഒരു പദവിയിലും എത്തിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ പോലും എത്താൻ യോഗ്യതയുള്ള സീനിയോറിറ്റിയുള്ള നേതാവായിരുന്നു. CITU എന്ന തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നതുകൊണ്ട് നല്ല സൽപ്പേരും ഉണ്ടായിരുന്നില്ല. അഴിമതി നടത്തിയിട്ടില്ല. പക്ഷെ തൊഴിലാളി സംഘടനാ നേതാവായതുകൊണ്ട് വെറുക്കപ്പെട്ടവരുടെ പട്ടികയിലായിരുന്നു. അതിൻ്റെ കൂടെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നം കൂടി ആയപ്പോൾ MM ലോറൻസ് തരം താഴ്ത്തപ്പെട്ടു. ഒന്നുമാവാതെ ഒരു പദവിയിലും എത്താതെ മരിച്ചു. ഒരു കാലത്ത് LDF-ന്റെ കൺവീനറായിരുന്നു എന്നോർക്കണം. ഒരു പദവിയിലും എത്താതെ ഒന്നും നേടാതെ അയാൾ മരിച്ചുപോയി. മരണശേഷവും അയാളെ വിധി വേട്ടയാടുകയായിരുന്നു. MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കാൻ മക്കൾ തീരുമാനിച്ചു എന്ന് വാർത്ത പുറത്തു വരുന്നു. എന്നാൽ അത് മക്കളുടെ തീരുമാനമല്ല, CPM-ന്റെ തീരുമാനമാണ്. CPM സമകാലികമായി നേരിടുന്ന പ്രതിസന്ധിയെ അതിജീവിക്കാൻ CPM-ന്റെ ആദർശ ധീര മുഖമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചെയ്ത പണിയാണ് എന്ന് വ്യക്തമായി. EMS-ന്റെയോ നയനാരുടെയോ കോടിയേരി ബാലകൃഷ്ണന്റെയോ മൃതദേഹം പഠിക്കാൻ വിട്ടുകൊടുത്തില്ല. അത് പാർട്ടിയുടെ ആചാരപ്രകാരം സംസ്കരിച്ചു. പക്ഷേ ലോറൻസിന്റെ മൃതദേഹം പഠിക്കാൻ വിട്ടുകൊടുത്ത് മാതൃകയാവാൻ CPM തീരുമാനിച്ചു. ഒരു മകൻ പാർട്ടിയോടുള്ള താല്പര്യം കൊണ്ട്, പാർട്ടി നൽകുന്ന പദവിയോടുള്ള താല്പര്യം കൊണ്ട് അതിൽ നിന്നുകൊടുത്തു. പെൺമക്കൾ രണ്ടുപേരും, ആഷയും സുജയും, അതിനെതിരെ രംഗത്ത് വന്നു. അവർ പറഞ്ഞു, അപ്പൻ്റെ ആഗ്രഹം മതപരമായ ചടങ്ങുകളുടെ പള്ളിയിൽ അടക്കുക എന്നതാണ്. ആ ആഗ്രഹത്തിന് എതിര് നിൽക്കരുതേ. പക്ഷെ അവരുടെ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളോടിത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ തെളിവിൽ ഒരു ഓഡിയോ സന്ദേശം മാത്രം ഉണ്ടായിരുന്ന ഫോൺ നഷ്ടപ്പെട്ടു പോയി. അവർ നിയമ പോരാട്ടം ആരംഭിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അവരുടെ അപേക്ഷ തള്ളി. അവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞു, ഈ കേസിലേക്ക് ഞങ്ങൾ ആഴത്തിൽ ഇറങ്ങുന്നില്ല. ഹൈക്കോടതി വേണ്ടതുപോലെ പരിശോധന നടത്തിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ തീരുമാനം നടക്കട്ടെ. മാത്രമല്ല, ഇങ്ങനൊരു അന്ത്യാഭിലാഷം പിതാവിനുണ്ടായിരുന്നെങ്കിൽ അതിനുവേണ്ടി രംഗത്ത് വന്നിരിക്കുന്നവർ പെൺകുട്ടികൾ തെളിവ് ഹാജരാക്കണം. പെൺകുട്ടികൾ അപ്പനെ നോക്കിയില്ല എന്ന പരാമർശവും സുപ്രീം കോടതി നടത്തി. അത് പെൺമക്കളെ രണ്ടുപേരെയും വല്ലാതെ വേദനിപ്പിച്ചു. കാരണം മൂത്ത മകൾ സുജയുടെ വീട്ടിൽ MM ലോറൻസ് ഉണ്ടായിരുന്നു, പലതവണ താമസിച്ചിരുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ MM ലോറൻസിന്റെ അവസാന കാലം കഴിഞ്ഞിരുന്നത് സുജയുടെ വീട്ടിലായിരുന്നു. ആഷയെ അടുപ്പിക്കില്ലായിരുന്നു. ആഷയ്ക്ക് എന്തോ BJP ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് കുടുംബക്കാർ അടുപ്പിക്കില്ല. അതുകൊണ്ട് ആഷ പലതവണ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ആഷയെ അപമാനിച്ച് പരിഹസിച്ച് ഇറക്കിവിട്ട സാഹചര്യമുണ്ടായി. പക്ഷെ സുജ അപ്പനെ നോക്കിയിരുന്നു എന്നത് വാസ്തവമാണ്. സുജയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ മന്ത്രിമാരടക്കമുള്ളവർ വന്നതിൻ്റെ വാർത്തകൾ പത്രങ്ങളിൽ വന്നതാണ്. പക്ഷെ സുപ്രീം കോടതി വരെ പോരാടിയിട്ടും പിതാവിന് ഇങ്ങനൊരു ആഗ്രഹമുണ്ടായിരുന്നു എന്ന് അവർക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. കോടതി കൃത്യമായി ഉത്തരവിട്ടിരുന്നു, 1 വർഷമെങ്കിലും ആ മൃതദേഹം സൂക്ഷിക്കണം. അതിനുശേഷമേ പഠനാവശ്യങ്ങൾക്ക് കൊടുക്കാവൂ. ഇപ്പോൾ ഏതാണ്ട് 5 മാസമായി മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനിടയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പെൺമക്കൾക്ക് ഒരു തെളിവ് കിട്ടിയിരിക്കുന്നു. ആ തെളിവ് അവർ പുറത്തുവിട്ടിരിക്കുന്നു. വെറും 14 സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോ ആണ് ആ തെളിവ്. ആ വീഡിയോയിൽ MM ലോറൻസ് പറയുകയാണ്, എനിക്ക് സ്വർഗത്തിൽ പോകണം, യേശുവിനെ കാണണം, സുജ പറയുന്നിടത്ത് തന്നെ അടക്കണം, അതിനൊരു മാറ്റവും വരുത്താൻ പാടില്ല, അതെനിക്ക് നിർബന്ധമാണ്. കേൾക്കുക. എനിക്ക് സ്വർഗത്തിൽ പോകണം, യേശുവിനെ കാണണം, സുജ പറയുന്നിടത്തിനെ അടക്കം ചെയ്യണം, അത് മാറ്റം വരുത്താൻ പാടില്ല, അതാണ് എനിക്ക് നിർബന്ധമുള്ളത്. ഇതൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. MM ലോറൻസിന്റെ ആഗ്രഹത്തിന് വിപരീതമായാണ് അദ്ദേഹത്തിന് മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുത്തത് എന്നതിന് തെളിവാകുന്നു. 2, ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ഏത് നിരീശ്വരവാദിയും അവൻ്റെ ജീവിതാന്ത്യത്തോടടുക്കുമ്പോൾ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുകയും ഈശ്വരനിലേക്ക് തിരിയുകയും ചെയ്യുന്നു എന്ന ഒരു തിരിച്ചറിവ് കൂടിയാണിത്. MM ലോറൻസിനെ പോലെ നാസ്തികനായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തൻ്റെ മരണത്തിൻ്റെ അവസാന സമയത്ത് പറയുകയാണ്, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് യേശുവിനെ കാണണം, എൻ്റെ മൃതദേഹം സുജ പറയുന്നിടത്ത്, അതായത് പള്ളിയിൽ അടക്കണമെന്ന്. വല്ലാത്തൊരു തിരിച്ചറിവും വല്ലാത്തൊരു വെളിപ്പെടുത്തലുമാണ്. MM ലോറൻസിനെ പോലെ കമ്മ്യൂണിസ്റ്റുകാരൻ അവസാന നിമിഷം ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ആ തിരിഞ്ഞത് തിരിച്ചറിയാതെ മറച്ചു വെച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം നിരസിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൻ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വിട്ടിരിക്കുന്നു. ഇത് ശരിയാണോ? അധാർമികമാണ്. സ്വർഗമാണോ ശാസ്ത്രമാണോ ശരി എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യാഭിലാഷം പറയുകയാണ്, തനിക്ക് സ്വർഗത്തിൽ പോകണം, അതുകൊണ്ട് പള്ളിയിൽ അടക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട ബാധ്യതയാണ് മക്കൾക്കുള്ളത്. മക്കൾ അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിയപ്പോൾ അവരുടെ കയ്യിൽ തെളിവില്ല. ഇപ്പോൾ ആ തെളിവ് കിട്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം. ഇതാ പിതാവിൻ്റെ അന്ത്യാഭിലാഷമാണ്. എന്തായാലും ഈ വിവരം പുറത്തു വന്നതോടെ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി കൊടുത്തിട്ടുണ്ട്.
ഹൈക്കോടതിക്ക് ഈ പുതിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. ദയവായി ഇതാണ് പിതാവിൻ്റെ അന്ത്യാഭിലാഷമെങ്കിൽ അത് നടപ്പിലാക്കി കൊടുക്കേണ്ട ബാധ്യത മക്കൾക്കുണ്ട്. മക്കൾ ഒരുമിച്ച് നിന്ന് അത്തരമൊരു തീരുമാനമെടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. കോടതിയെ ഇതിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമില്ല. സ്വന്തം പിതാവിൻ്റെ അന്ത്യാഭിലാഷം സാധിച്ചു കൊടുക്കേണ്ട ബാധ്യത ഏത് മക്കൾക്കുമുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ആശാ ലോറൻസിനോട് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആശ പറഞ്ഞതുകൂടി കേൾക്കുക. പക്ഷേ ഇപ്പം ഞാൻ വിവരം അറിഞ്ഞു. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അപ്പൻ ഇത് എപ്പോൾ പറഞ്ഞതാണ്, ആരോട് പറഞ്ഞതാണ്? അപ്പൻ സുജയുടെ വീട്ടിലും ഉണ്ടായിരുന്നു. അപ്പനെ സുജയും പരിചരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-3.5 മാസം 2 പ്രാവശ്യമായിട്ട്. സുജ അബ്രോഡ് ആണല്ലോ ഉള്ളത്. ഇപ്പോഴാണ് ഇവിടെ നാട്ടിൽ വന്ന് സെറ്റിൽ ആയത്. ഒരു വർഷമായിട്ടുള്ളൂ. അപ്പോൾ അപ്പൻ 2021 ബെഡ് റിഡൻ ആയതിനു ശേഷം സുജ ദുബായിൽ നിന്ന് വന്ന് അപ്പനെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അപ്പനോട് ഇത് ചോദിച്ചതും. അപ്പന് ആദ്യം അമ്മയുടെ ബ്രദർ മരിച്ചപ്പോഴും എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് സുജ അപ്പച്ചനോട് ചോദിച്ചു. പിന്നീട് അപ്പച്ചൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തപ്പോൾ സുജ അപ്പച്ചന്റെ പെർമിഷനോടുകൂടി തന്നെയാണ് റെക്കോർഡ് ചെയ്തെടുത്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കോടതിയിൽ ഈ പ്രശ്നം എങ്ങനെയൊന്നും വരുന്നൊന്നും സുജയോ ഞാനോ ആരും പ്രതീക്ഷിച്ചൊരു കാര്യമില്ല. ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുമെന്ന്. അപ്പനെ സാധാരണഗതിയിൽ നാട്ടടപ്പനുസരിച്ച് പള്ളിയിൽ അടക്കം എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ അവര് വേറൊരു രീതിയിൽ അത് കൊണ്ടുപോയി. അപ്പോൾ കോടതിയിൽ കേസുമായിട്ട് ഞാനാണ് പോയത്. പിന്നെ സുജ ഇത് കോടതിയിൽ വന്ന് ഇത് പറഞ്ഞിരുന്നു, ഇങ്ങനെ റെക്കോർഡ് ഉണ്ടായിരുന്നു, അപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സുജ സാംസങ്ങിനെ കോൺടാക്ട് ചെയ്തപ്പം, സാംസങ്ങിന്റെ ഫോണായിരുന്നു, കോൺടാക്ട് ചെയ്തപ്പോൾ അവർക്ക് അത് റിട്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ അത് താങ്കളോടാണ് ആദ്യമായിട്ട് പറയണത്. പറഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്ന ദിവസം ഡിവിഷൻ ബെഞ്ചും ഞങ്ങളുടെ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്ത ദിവസമാണ് താങ്കൾ വിളിച്ച് ചോദിക്കുമ്പോൾ കോടതിയിൽ ഇരുന്നുകൊണ്ടാണ് സുജ താങ്കളോട് സംസാരിക്കുന്നത്. പിന്നീട് പബ്ലിക്കലി മീഡിയയോടും പറഞ്ഞു. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയും പറഞ്ഞത് 3 കാര്യം പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന്, ഹൈക്കോടതിയുടെ വിധിയിൽ അവർ ഇടപെടാൻ താല്പര്യമില്ല, ഹൈക്കോടതി പഠിച്ചിട്ട് ചെയ്താന്ന. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരാളല്ലേ, അത് കുടുംബത്തിന് റെസ്പെക്ട് കിട്ടുന്ന കാര്യമാണെന്ന്. മൂന്നാമത് പറഞ്ഞത് പെൺമക്കള് റിലേറ്റഡ് പ്രൂഫ്സ് ഒന്നും ഹാജരാക്കിയിട്ടില്ലല്ലോ എന്ന്, അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴാണ് സുജ ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. പക്ഷെ ആ സമയത്ത് സുജയുടെ യങ്ങസ്റ്റ് മോന്റെ കല്യാണം ഓസ്ട്രേലിയ വെച്ചായിരുന്നു. സുജ അവിടെയായിരുന്നു. തിരിച്ചു വന്നപ്പം സുപ്രീം കോടതിയും ഈ പ്രൂഫിന്റെ കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞത് കൊണ്ട് സുജ വീണ്ടും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് അത് നോക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോ ആ ഓഡിയോ ആണെന്നാണ് സുജ കരുതിയിരുന്നത്. വീഡിയോ റെക്കോർഡ് തന്നെ ഉണ്ടായിരുന്നു. ഇത് നോക്കി എടുക്കാൻ കാര്യം റിലേറ്റഡ് പ്രൂഫ് ഒന്നും ഇല്ലാന്ന് കോടതി ഇങ്ങനെ മെൻഷൻ ചെയ്തപ്പോൾ അത് ഹൈക്കോടതിയിലും എതിർകക്ഷികൾ അത് തന്നെ പറഞ്ഞിരുന്നു, പെൺമക്കള് പരിചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നെ പരിചരിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് താങ്കൾക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അതെ, എന്നെ അനുവദിക്കാഞ്ഞിട്ടാ ഞാൻ ചെന്ന കാര്യമൊക്കെ താങ്കളോടും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ പെൺമക്കൾ ഇവിടെ വേണ്ട, ആൺമക്കളും പാർട്ടിയും ഉണ്ടെന്ന് CN മോഹനൻ പറഞ്ഞ കാര്യമെല്ലാം ഞാൻ താങ്കളോടും പറഞ്ഞിരുന്നു. അതെ, അതിന് ശേഷം സുജയെ പരിചരിച്ചതും ഇവരാരും പറഞ്ഞതുമില്ല. പക്ഷെ പിന്നെ ഇത് സുജയുടെ വീട്ടില് മിനിസ്റ്റർ K രാധാകൃഷ്ണൻ, മിനിസ്റ്റർ ബാലഗോപാല്, മിനിസ്റ്റർ രാജീവ്, പിന്നെ ഉന്നത നേതാക്കന്മാര്, ഇങ്ങനെ പലരും ചെന്ന് അപ്പനെ സന്ദർശിച്ചിട്ടുമുണ്ട്. മൂത്ത മകളുടെ സുജയുടെ വീട്ടില് മന്ത്രി സന്ദർശിക്കുന്നു എന്നും പറഞ്ഞിട്ട് ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളില് ഫോട്ടോയും വന്നിട്ടുണ്ട്. ഇവരെല്ലാരും ഫോട്ടോഗ്രാഫേഴ്സിനെ കൊണ്ടാണല്ലോ പോയി സന്ദർശിക്കുന്നത്. ഇതെങ്ങനെ റിക്കവർ ചെയ്തെടുത്ത ഈ സംഭാഷണം? ഇത് അപ്പൊ ഈ പ്രൂഫ് മുഴുവൻ നോക്കി സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞപ്പോ ഈ ഫോട്ടോഗ്രാഫ്സും നമുക്കിനിയും ഒരു പ്രൂഫായിട്ട് ഇത് കൊടുത്താല് റിവ്യൂ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ അഡ്വക്കേറ്റ് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ സുജ കുത്തിയിരുന്ന് നോക്കി. ഫോട്ടോസ് എങ്കിലും പരിചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോ സുജയ്ക്കും അതൊരു വിഷമമായി. എന്ന് വെച്ചാൽ സുജയും ഒരുപാട് കഷ്ടപ്പെട്ട് അപ്പനെ നോക്കിയിരുന്നു. അപ്പൊ ആ മിനിസ്റ്റേഴ്സ് ഒക്കെ വന്നപ്പോഴുള്ള ഫോട്ടോഗ്രാഫ്സേഴ്സ് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കി വന്നപ്പോഴാണ് ഇത് വീഡിയോ റെക്കോർഡഡ് ആയിട്ട് കിടക്കുന്നത് അറിയുന്നത്. അപ്പൊ ഓഡിയോ റെക്കോർഡാണ് ഈ നോക്കിക്കൊണ്ടിരുന്നത്. ആർക്കും ഇത് അയച്ചിട്ടും ഇല്ലായിരുന്നു. സുജ ഇതൊരു കോൺട്രവേഴ്സി ആകുന്ന ഒരു കാര്യമല്ല. അപ്പച്ചൻ ജീവിച്ചിരിക്കുമ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ പാർട്ടി തീർത്തു കളയുകയും അങ്ങനത്തെ ഒരു ഭയം സുജിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു, എനിക്കും ഉണ്ട്. അപ്പൊ ഇത് ആരോടും പറഞ്ഞില്ല, ആർക്കും ഒരു ഫോർവേഡ് ചെയ്ത് വെച്ചതുമില്ല. അതൊക്കെയാണ് ഒരു വീഴ്ച പറ്റിയത്. എല്ലാരും 6 മാസം കൂടുമ്പോഴൊക്കെ സാമ്പത്തികമുള്ളവരൊക്കെ ഫോൺ മാറ്റുമല്ലേ. അപ്പൊ പഴയ ഫോണില് തന്നെ ഉണ്ടായിരുന്നു. ഫോണിൽ നോക്കി
വന്നപ്പോ ഇത് വീഡിയോ റെക്കോർഡറായിട്ട് കിടക്കണ്ടായിരുന്നു. ശരി ശരി. ആ പിന്നെ ഒരു സുജയുടെ കാര്യം, അപ്പൊ കയ്യിൽ ആ ഇനി ഫോൺ കസ്റ്റഡിയിലുണ്ട്. സുജയുടെ കസ്റ്റഡിയിൽ തന്നെ ആ ഫോൺ ഉണ്ട്. സുജയുടെ കയ്യിൽ പിടിച്ചു കൊണ്ടാണ് ഞാനും മിലനും പോലും ഇത് കേൾക്കുന്നത്. അല്ലാണ്ട് ശരി, ഞങ്ങള് റിവ്യൂ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്താ? റിവ്യൂ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. കേസ് നമ്പർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ റിവ്യൂ ആകുമ്പോ തലേന്നൊക്കെയല്ലേ എന്ന കോടതി കേൾക്കാന്നുള്ള അറിയത്തുള്ളൂ. അപ്പൊ ഇപ്പൊ ഓൾറെഡി ഇത് കൊടുത്തില്ലേ, മെഡിക്കൽ കോളേജിന് കൊടുത്തില്ലേ ബോഡി? മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാനല്ലേ അന്ന് പറഞ്ഞത്. കൊടുത്തു എന്ന് പറഞ്ഞാലും ഡിസ്പ്യൂട്ട് ഇല്ലാത്ത ബോഡി പോലെ ഇത്ര നാള് സൂക്ഷിക്കണം എന്നുണ്ട്. കേരള അനാറ്റമി ആക്ട് പ്രകാരം ഇത്ര നാളത്തേക്ക് സൂക്ഷിക്കണം എന്നുണ്ട്. സിംഗിൾ ബെഞ്ച് അന്ന് പറഞ്ഞത് 1 വർഷത്തേക്ക് സേഫ് ആയിട്ട് അവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അത് തന്നെ ഡിവിഷൻ ബെഞ്ചും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 വർഷത്തോളം അവർ സൂക്ഷിക്കണം എന്ന് നിയമപരമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പനെ തിരിച്ചു തരണം എന്നുള്ളത് ഞങ്ങളുടെ പെൺമക്കളുടെ ആഗ്രഹമാണ്. ആഗ്രഹം മാത്രമല്ല, അപേക്ഷയാണ്. ഇതാണ് അപ്പന്റെ ആഗ്രഹമാണ്. ഇത് പെൺമക്കളുടെ കരച്ചിലോ പെൺമക്കളുടെ ആഗ്രഹമല്ല. മരിച്ചുപോയ ഒരു വ്യക്തിയുടെ അവസാനത്തെ ആഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ അടക്കുക എന്നുള്ളത്.